അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ യാത്രകൾ ആരംഭിക്കുകയാണ്. നമ്മൾ രാമോജി ഫിലിം സിറ്റി കാണാൻ വേണ്ടി ഇന്നലെ പോയതാണിത്. ആ ഭാഗത്താണ് രാമോജി ഫിലിം സിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്. രാമോജിയുടെ ആ എംബ്ലം അവിടെ കാണാൻ പറ്റും. ഇത് ആ സൈഡിലത്തെ മലനിരകളാണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമ്മൾ ചെയിൻ ഒന്ന് സ്ലിപ്പായി അതിൻ്റെ ഇടയിൽ പോയി. അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പഞ്ചർ ഷോപ്പിൽ എത്തിയതാണ്. രണ്ട് ഭായിമാരാണ് ഇവിടെ ഉള്ളത്. ഹലോ, आपका नाम क्या है जी? MD सद्दाम। सद्दाम? MD सद्दाम। सद्दाम? ओह, सद्दाम हुसैन नहीं है, सद्दाम है। और अंदर एक आदमी है, आपका नाम? MD सर्वर। MD सर्वर। सलवर सर्वर SARWR। സർവർ. ഓ, അപ്പോൾ അത് ഇവിടെ പഞ്ചർ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ് എനിക്കൊരു സ്പാനറും സ്ക്രൂ ഡ്രൈവറും ഒക്കെ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ സന്തോഷത്തോടെ സ്പാനർ സ്ക്രൂ ഡ്രൈവറൊക്കെ തന്ന് സൈക്കിള് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ചെയിൻ ഇടയ്ക്ക് സ്ലിപ്പാകുന്നുണ്ട്, മറ്റൊന്നുമല്ല ഗിയറിൻ്റെ ആ ഒരു പിന്ന് ശരിയാക്കാനുണ്ട്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് അത് ശരിയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ശരി, നമ്മുടെ യാത്ര തുടരുകയാണ്. ഇന്നലെയൊക്കെ ഇവിടെ വൈകിട്ട് ഭയങ്കര മഴയായിരുന്നു. നമ്മളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയാണ്. ഒരു 10:30 വരെ മഴയായിരുന്നു. 10:30 കഴിഞ്ഞാണ് കിടക്കാനുള്ള സ്ഥലമൊക്കെ കിട്ടിയത്. അതുവരെ ഒരു ദാവേലൊക്കെ നമ്മൾ ഇരിക്കുകയായിരുന്നു. ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ദാവേൽ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇറങ്ങാനും താമസിച്ചു. ഇനിയിപ്പോൾ സൈക്കിളിൻ്റെ കുറേ റിപ്പയറിങ് പണികളുണ്ട്. എല്ലാം കൂടി ഇവിടെ അടുത്തുള്ള ഒരു കടയിൽ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി ഒരു 15 കിലോമീറ്റർ പോയാൽ ഒരു കട കിട്ടും. അപ്പോൾ മൊത്തം സാധനം ഇറക്കി എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് യാത്ര തിരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വന്ന് നമ്മൾ ചാർമിനാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. 4 ദിവസത്തേക്ക് ഹെവി റെയിനാണ് ഇവിടുത്തെ കാലാവസ്ഥ പറയുന്നത്. നമ്മളിപ്പോൾ ആലിക്കാസിലെ സ്റ്റാഫിന് ഒന്നാണ്, അവർക്ക് ഡ്യൂട്ടി ടൈമായി. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് പോയി. തിരിച്ചു വന്നാൽ അതിൻ്റെ എവിടെയെങ്കിലും പാർക്കിങ്ങിൽ എത്തിയിരിക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഹലോ, താങ്ക് യു. അപ്പോഴത്തെ നമ്മൾ വന്ന് ചാർമിനാറിലോട്ട് അടുത്തിരിക്കുകയാണ്. റോഡുകളൊക്കെ മെട്രോ പ്രോജക്റ്റിലായതുകൊണ്ട് ഇനി റോഡുകളൊക്കെ നന്നാക്കുന്നതൊക്കെ കണക്കാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മെയിൻ്റനൻസ് പോലും നടത്തിയല്ല, ചുമ്മാ ഇങ്ങനെ കിടക്കും. അപ്പോഴത്തെ ചാർമിനാറിൻ്റെ അടുത്തേക്ക് നമ്മളെത്തി. ഇനി ഒരു 100 മീറ്റർ. ഇപ്പോഴത്തെ പോലീസ് ഓഫീസേഴ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മൾ ചോദിച്ച അന്നേരം കാര്യങ്ങൾ പറഞ്ഞു തരും. വളരെ ചിരിച്ചുകൊണ്ടുള്ള പെരുമാറ്റമാണ്. നമ്മുടെ പോലീസ് ഓഫീസേഴ്സും അതൊന്ന് ഒരു 50% ആളുകളുടെ അത് ഒന്ന് ആ രീതിയൊന്ന് അവലംബിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ പോലീസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിലെ പോലീസ് ഓഫീസേഴ്സാണ്. ആരെങ്കിലും ഒരു ടൂറിസ്റ്റോ എന്തെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കലിക്കുന്ന ഒരു സ്വഭാവം. അവൻ ടൂറിസ്റ്റാണോ, അവൻ ഒരു ട്രാവലറാണോ എന്ന് ചിന്തിക്കാതെ എടുത്തടിയുള്ള വർത്തമാനമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ വളരെ സോഫ്റ്റായിട്ട് ചിരിച്ചുകൊണ്ട് നമ്മളൊരു എക്സ്ക്യൂസ് മീ അടിക്കുമ്പോഴേ അവർ വളരെ ചിരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത് എവിടെ നിന്നാണ്, എങ്ങനെയാണ് യാത്ര എന്നൊക്കെ ചോദിക്കുന്നത്. അത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. അപ്പോഴത്തെ ചാർമിനാറിൻ്റെ അടുത്തേക്ക് നമ്മളെത്തി. 4 മിനാരങ്ങൾ ചേർന്ന ഒരു കമാനമാണ്. അതൊരു മസ്ജിദോ മറ്റോ അല്ല, ഒരു കമാനമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ പോകും എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. സൈക്കിൾ ഇവിടെ വെച്ചിട്ട് പോകും. സൈക്കിൾ അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റും. ബൈക്കൊക്കെ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുവഴി കളിക്കണം. ഭായ് സാബ് കൈസാ ഹേ? ഫൈൻ, താങ്ക് യു. ശുക്രിയ ജി. അജി പോലീസുകാർ കിട്ടുമോ നോക്കാം.
എന്തായാലും നമ്മൾ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ചാർമിനാറിൻ്റെ രണ്ട് സൈഡും നിറച്ച് സുവനീർ ഷോപ്പുകളും ഓൾഡ് സിറ്റിയാണ്. നമ്മുടെ കോഴിക്കോടിൻ്റെ ഒരു ഓൾഡ് സിറ്റി പോലത്തെ ഒരു സംഭവം. അപ്പോൾ നമ്മൾ പതിയെ കുഞ്ഞിനെയായിട്ട് അകത്തോട്ട് പോവുകയാണ്. ഹായ് ബ്രോ, ചക്കർ. അപ്പോൾ ഹൈദരാബാദിലെ ഏറ്റവും വലിയ കാഴ്ചയായ ചാർമിനാറിൻ്റെ മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ യാത്ര ചാർമിനാറിലേക്ക് രാവിലെ തുടങ്ങിയതാണ്. അപ്പോൾ സ്റ്റേ ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ആയിരുന്നു ഇങ്ങോട്ട്. രാവിലെ 6:30 തന്നെ നമ്മൾ പുറപ്പെട്ടു. ഇവിടെ മുഴുവൻ സുവനീർ ഷോപ്പുകളും മറ്റ് സാധനങ്ങൾ വിൽക്കുന്ന കടകളുമാണ്. കുഞ്ഞിയെയും സൈക്കിളും പോലീസ് ഹെഡ് പോസ്റ്റിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ കുറേ മലയാളികളെ പരിചയപ്പെട്ടു. പിന്നെ ആലുക്കാസിൻ്റെ ഷോറൂം, മലബാർ ഗോൾഡിൻ്റെ ഷോറൂം, മറ്റൊരു ഘടകം കൂടി ഉണ്ടല്ലോ. 3 ഗോൾഡ് ഷോറൂം ഒരേ ബിൽഡിങ്ങിലാണ് ഇവിടെ, ചാർമിനാറിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള ആളുകളെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം ചാർമിനാറിലേക്ക് വന്നതാണ്. ഹൈദരാബാദിലെ ഏറ്റവും വലിയ നിർമ്മിതി, ഏറ്റവും മനോഹരമായ നിർമ്മിതി. നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഒരു സിഗരറ്റ് പാക്കറ്റ്, ഈ ചാർമിനാറിൻ്റെ പടമുള്ള ഒരു സിഗരറ്റ് ഉണ്ടായിരുന്നു. ചാർമിനാർ എന്നായിരുന്നു ആ സിഗരറ്റിൻ്റെ പേര്. അത് കളക്ട് ചെയ്യുക, സിഗരറ്റ് പാക്കറ്റൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു ഹോബി ഉണ്ടായിരുന്നു. ആ കവറിൻ്റെ മുകളിലുള്ള ആ ചിത്രം. ഈ 48ാമത്തെ വയസ്സിലാണ് ഈ ചാർമിനാർ ഒന്ന് വന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടിയത്. വളരെ മനോഹരമായ ആ നിർമ്മിതിയുടെ മുകളിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതിൻ്റെ മുകളിൽ നമുക്ക് പോയി കാണുവാൻ പറ്റും. അപ്പോൾ ഇതാണ് ആ ചാർമിനാർ. യാത്രയിലെ മഹാത്ഭുതങ്ങളിൽ ചിലതെല്ലാം കാണാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട്. ഓൾ ഇന്ത്യ സൈക്കിൾ റൈഡിൽ നമുക്ക് കിട്ടുന്ന മഹാഭാഗ്യമാണ് ഈ ചാർമിനാർ പോലുള്ള നിർമ്മിതികൾ. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ മിക്ക സംസ്ഥാനങ്ങളിലെയും ഒരുവിധം എല്ലാ നിർമ്മിതികളും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇതാ ഈ ചാർമിനാറിൻ്റെ അടിയിലാണ് ഞാനുള്ളത്. നല്ല മഴയാണ് കേട്ടോ. ഉണ്ട് ബാഗ് കച്ചവടക്കാരെല്ലാം ആകപ്പാടെ പെട്ടു. ബാഗിൻ്റെയൊക്കെ വെയിറ്റ് കൂടാൻ തുടങ്ങി. അതുകൊണ്ട് എല്ലാവരും കച്ചവടക്കാർ, 2 ദിവസത്തേക്ക് നല്ല ശക്തമായ മഴയാണ് ഇവിടെ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ കേരള അറബിക്കടലിൻ്റെ തീരത്ത് ന്യൂനമർദ്ദം ഉള്ളതുകൊണ്ടാണ് ഇവിടെയും മഴ പെയ്യുന്നത്. കാരണം ഇത് മഹാരാഷ്ട്രയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ടാണിത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. മഴ നനയാതെ നിൽക്കാൻ അവിടെയേ പറ്റത്തുള്ളൂ. ശരിക്കും ചാർമിനാറിലേക്ക് കടന്നു വരുന്നത് ഈ കവാടത്തിലൂടെയാണ്. ഇതായിരുന്നു പണ്ട് നിർമ്മിച്ചിരുന്ന ആ പ്രധാന കവാടം. അതിനുശേഷമാണ് ഈ ചാർമിനാറിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഇപ്പോൾ 2 സൈഡിലും കടകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നതുകൊണ്ട് അത് കാണാനൊരു വൃത്തികേടാണ്. ഇതാണ് ശരിക്കും ചാർമിനാറിൻ്റെ ഒരു വിഷൻ കിട്ടേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ഒരു ബിൽഡിങ് വന്നിരിക്കുന്നതുകൊണ്ട് ആ ഒരു സുഖം നമുക്ക് കിട്ടുന്നില്ല. പ്രധാന കവാടം ഇതാണ്. ഇതിനോട് ചേർന്നാണ് ഇടതുവശത്താണ് ഞാൻ മസ്ജിദ് കാണുന്നത്. പറ്റുമെങ്കിൽ ചാർമിനാറിൻ്റെ മുകളിലേക്കൊന്ന് കയറണം. അതിന് ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ പതിയെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുത്ത് ഒക്കെ കയറാം എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ സൗണ്ട് ഇച്ചിരി പുറകോട്ടാണ് കേട്ടോ, അതുകൊണ്ട് കാര്യമില്ല. എന്നാലും നമ്മൾ പോവുകയാണ്. ഇതാണ് പഴയ മസ്ജിദ്, ആ കാണുന്നത് അതിൻ്റെ ഉള്ളിലാണ്. ചാർമിനാറിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. 25 രൂപയാണ് ടിക്കറ്റ് ചാർജ്. അപ്പോഴത്തെ 4 മിനാരങ്ങളോടൊപ്പം തന്നെ 4 കവാടങ്ങളുമുണ്ട്. നല്ല മഴയാണ്. മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ 25 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ചാടി അകത്ത് കയറിയിട്ടുണ്ട്. ഇനിയിപ്പം മഴ കുറഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങാം.
നടുവിലൊരു ഫൗണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ വർക്കിംഗ് അല്ല, വൈകുന്നേരങ്ങളിലാണ് ഇതെല്ലാം ആക്റ്റീവ് ആകുന്നത്. ഏതായാലും കൊള്ളാം. മനോഹര നിർമ്മിതിയുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ടിക്കറ്റ് സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പതിയെ ചാർമിനാറിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ ഇതിൻ്റെ ഓപ്പണിംഗ് അവേഴ്സും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഹൈദരാബാദ് സർക്കിളിൻ്റെ ആ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. 9 മണി മുതൽ 4:30 വരെയാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ്. അവരുടെ ഓഫീസും കാര്യങ്ങളൊക്കെയാണിത്. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. ഇടുങ്ങിയ ഒരു നടയാണ്. മഴയത്ത് വെള്ളം ഒഴി വരുന്ന കേട്ടോ. നമുക്ക് പിടിച്ചു കയറിയ ചിലപ്പം മൂക്കും തല്ലി താഴെ കിടക്കും. ഇവിടെ നിന്നൊക്കെ എൻട്രൻസ് ഉണ്ട് പക്ഷെ അതൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മുകളിലോട്ട് എത്തിയിട്ടുണ്ട്. ഏകദേശം പക്ഷെ ഇതിലെ അകത്തോട്ട് പോകാൻ അല്പം പണിയാണ്. തോരിച്ചൊരിയുന്ന മഴ കയറി വരുമ്പം കഴിഞ്ഞ കാഴ്ച ഇതാണ്. ഇതുപോലെ മഴയാണ്. 3 ദിവസത്തേക്ക് ഹൈദരാബാദ് ഫുള്ള് മഴയാണ്. ചാർമിനാറിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാണ്. പക്ഷേ ഇന്നത്തെ ദിവസം മഴ കൊണ്ടുപോയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. കുഞ്ഞിനെ അവിടെ മൂടിക്കെട്ടി വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. ഞാൻ ചാർമിനാറിൻ്റെ ഉള്ളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച അത്ഭുത രീതിയിലാണ് ശരിക്കും ചാർമിനാർ നിർമ്മിച്ചിട്ടുള്ളത്. പക്ഷെ അവിടെ നിന്ന് നോക്കിയാൽ അത് 4 കോണുകളുള്ള ഒരു മന്ദിരമായിട്ട് തോന്നിക്കുന്നു. ഒരു ഷട്ടിൻ്റെ രീതിയാണ്. ഷട്ടിലുമല്ല, അതിലും കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ്. കുറേ ട്രാവൽവേലുകളുണ്ട് കേട്ടോ. മുഴുവൻ ചുണ്ണാമ്പുകല്ലിലാണ് ഈ നിർമ്മിച്ചിരിക്കുന്നത്. ചുണ്ണാമ്പും മണലും ഉപയോഗിച്ചുള്ള നിർമ്മിതിയാണ്. ചുടുകട്ടയാണ് മുഴുവൻ. നമ്മൾ താഴെ നിന്ന് കണ്ട കുതിരയാണ് ഈ കാണുന്നത്. അതിലൊരു ദർഗയുണ്ട് താഴെ.